മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നിപ്പോൾ എന്നോടൊപ്പം ഉള്ളത് പി രാഘവൻ. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ കൗൺസിൽ അംഗം ആണ്. ജനസംഘകാലം മുതൽ ഈ പ്രസ്ഥാനവുമായി പ്രവർത്തിക്കുന്ന അദ്ദേഹം BJPയുടെ ഫോർമേഷന് ശേഷവും മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് തന്നെ പ്രവർത്തനം തുടരുന്നു. സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകനായിരുന്ന ശ്രീ PP മുകുന്ദൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ സെക്രട്ടറിയായി നിയോഗിക്കപ്പെടുകയും അന്നു മുതൽക്ക് മുകുന്ദേട്ടനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഭാഗ്യം സിദ്ധിച്ച പ്രവർത്തകൻ കൂടിയാണ് രാഘവേട്ടൻ. മുകുന്ദേട്ടനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു. നമ്മുടെ O രാജഗോപാൽ, നമ്മൾ രാജേട്ടൻ എന്ന് ബഹുമാനപൂർവ്വം വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ മുകുന്ദേട്ടനെക്കുറിച്ച് ജനങ്ങളിലും തെറ്റിദ്ധാരണ പരക്കുന്നതിനും മുകുന്ദേട്ടൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വലിയൊരു ആഘാതം ഏൽപ്പിക്കുന്നതിനും ഇടയായൊരു സംഭവമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ച് രാഘവേട്ടൻ്റെ അഭിപ്രായം എന്താ? സംഘടനാ രംഗത്തുള്ള പ്രവർത്തനത്തിൽ പല തീരുമാനങ്ങളും എടുക്കും. ചിലപ്പോൾ അത് വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും. ആ പരാജയപ്പെടുന്നത് കൂട്ടായ ഒരു പരാജയമാണെന്ന് കാണുന്ന വിവരം വ്യക്തിപരമായ അന്യോന്യം ചൂണ്ടുന്നത് അത് രാഷ്ട്രീയപരമായി ഒരു ശരിയായ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആര് ചെയ്താലും അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. മുകുന്ദേട്ടൻ്റെ ഈ ഒരു അഭാവം പാർട്ടിയുടെ പ്രവർത്തനത്തെ എങ്ങനെ ബാധിച്ചു എന്ന് ചേട്ടൻ കണക്കാക്കുന്നു? ഈ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ നിന്നും ഒരു കാലഘട്ടത്തിൽ മാറി നിൽക്കേണ്ട ഒരു സ്ഥിതി വന്നു. തുടർന്നുള്ള പാർട്ടിയുടെ പ്രവർത്തനത്തെ അദ്ദേഹത്തിൻ്റെ ഈ വേർവിടൽ ബാധിച്ചിട്ടുണ്ടോ? എത്ര തരത്തിൽ അതിനെ ബാധിച്ചു? 59-60 കൊല്ലമായി ഈ പ്രസ്ഥാനങ്ങളെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അന്ന് മുതലുള്ള നേതാക്കന്മാരെയെല്ലാം വളരെ അടുത്ത് പെരുമാറാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവരെല്ലാം വളരെ നിഷ്കളങ്കരും പ്രസ്ഥാനത്തെ മുന്നോട്ട് വളർത്തുന്നതിൽ എന്തെല്ലാം മാർഗങ്ങളിൽ സ്വീകരിക്കണം അതിനുവേണ്ടി അവർ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. മാരാർജിയായാലും രാജേട്ടനായാലും രാമപിള്ളയായാലും മുകുന്ദേട്ടനായാലും എല്ലാം അവർ ഒറ്റക്ക് അല്ല മാത്രമല്ല കൂട്ടായി എടുത്ത തീരുമാനങ്ങൾ ചിലത് പരാജയപ്പെട്ടു പോയി. അതിൽ നമ്മൾ വരില്ല. അത് ആ കാലഘട്ടത്തിലെ പ്രത്യേകതയായി മാത്രം അതിനെ കണ്ടാൽ മതി. രാഷ്ട്രീയത്തിൽ എന്തു സംഭവിക്കാം. അതുകൊണ്ട് അതിനെ നമ്മൾ കാണാതെ മറിച്ച് അദ്ദേഹം തുടങ്ങിവെച്ച രാഷ്ട്രീയം, കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് മുകുന്ദേട്ടൻ്റെ അസാമാന്യമായ കഴിവ്, അനിതര സാധാരണമായ സംഘടനാ പാഠവും അത് ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ആ വിസ്മയം ചിലരിലെങ്കിലും അസൂയ പടർത്തിയിട്ടുണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ചിന്തിക്കുകയാണ്. നമ്മളിപ്പോൾ മാരാർജി ഭവനായി BJPയുടെ കേരളത്തിലെ കേന്ദ്ര ഓഫീസ് പ്രവർത്തിക്കുന്ന ആ സ്ഥലവും കെട്ടിടവും ഒരു കാലത്ത് നമ്മൾ വാടകയ്ക്ക് എടുത്തിരുന്നതാണ്. പക്ഷേ അത് ഒഴിയേണ്ടി വന്നൊരു സാഹചര്യത്തിൽ അത് വില മേടിക്കേണ്ട ഒരു സാഹചര്യം വന്നു, അല്ലെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതിന് മുകുന്ദേട്ടൻ എങ്ങനെയാണ് തരണം ചെയ്തത്? ആ സ്ഥലം നമുക്ക് എങ്ങനെ സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് ചേട്ടൻ്റെ അത് ഇന്ന് മാരാർജി ഭവൻ നിൽക്കുന്ന ആ സ്ഥലം തന്നെയായിരുന്നു. അത് വാടക കെട്ടിടമായിരുന്നില്ല. നമ്മൾ പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു സെന്റിന് 2,79,000 രൂപ വെച്ച് 56 സെന്റ് സ്ഥലം അന്ന് വാങ്ങിച്ചു. അത് മുകുന്ദേട്ടൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം നേടിയെടുത്ത പണമില്ല. ധാരാളം നമ്മുടെ സാധാരണ പ്രവർത്തകന്മാരോട് പിരിച്ചുണ്ടായ കുറച്ച് രൂപയുണ്ട്. ബാക്കി മുഴുവൻ പലരിൽ നിന്നും ബന്ധം വെച്ചും സംഘടനാ ബന്ധം വെച്ചും അദ്ദേഹം കടം മേടിച്ചും എല്ലാം ഉണ്ടാക്കിയ ആ സ്വത്ത് ഇന്ന് അതൊരു വലിയ ഒരു സ്ഥാപനമായി ഉയർന്നു എന്നതിൽ അഭിമാനമുണ്ട്. അതിന് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ് എന്ന് ആരും സമ്മതിക്കും. അതിൻ്റെ പേരിൽ കുറേ ആരോപണങ്ങൾ കേട്ടെങ്കിലും ആരോപണമൊന്നും ഒരു സത്യമില്ലാത്ത ആരോപണങ്ങൾ. ഇന്ന് കാണുന്ന ഈ വലിയ കെട്ടിടം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയിൽ ഏറ്റവും തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഈ കെട്ടിടം ഉണ്ടാക്കാനുള്ള ചേതോവികാരം അദ്ദേഹത്തിൻ്റെതായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുകുന്ദേട്ടൻ
ഈ പ്രസ്ഥാനത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നത് കേരളത്തിലെ പ്രവർത്തകരെ വല്ലാതെ വേദനിപ്പിച്ച ഒന്ന് സംഭവമാണ്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവിന് വേണ്ടിയും അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തമായി ഒരു പാർട്ടി തന്നെ രൂപീകരിക്കണം എന്നുള്ള നിലയിലും ആളുകൾ അദ്ദേഹത്തെ നിർബന്ധിച്ചിരുന്നു. പക്ഷെ അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അദ്ദേഹം ഒരിക്കലും സംഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം വേറെ പാർട്ടി ഉണ്ടാക്കാനോ വേറെ പാർട്ടിയിൽ ചേരാനോ എനിക്കറിയാം പലരും അദ്ദേഹത്തെ പലതരത്തിൽ പ്രലോഭിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനാക്കാം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാനാക്കാം എന്നെല്ലാം പറഞ്ഞ് ധാരാളം ആൾക്കാർ അദ്ദേഹത്തെ പല പാർട്ടികളെ ദൂതന്മാർ സമീപിച്ചിരുന്നു എന്ന കാര്യം എനിക്കറിയാം. പക്ഷേ അവരോടെല്ലാം സൗമനസ്യത്തോടുകൂടി വിദ്വേഷത്തോടെയല്ല, ഞാനിപ്പം ഇതുപോലെ അങ്ങോട്ട് മുന്നോട്ട് പോകും, ഞാനൊരാശയത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങി, ഒരാശയത്തിന് വേണ്ടി എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെച്ചു, ഇനി എൻ്റെ അവസാന കാലവും ഈ പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ ആയിരിക്കും എന്ന ദൃഢമായ ഒരഭിപ്രായം എല്ലാവരോടും സൗമനസ്യമായ ഒരു രീതിയിൽ പറഞ്ഞിരുന്നു എന്ന് എനിക്കറിയാം. മുകുന്ദേട്ടൻ ഇന്നത്തെ പാർട്ടി പ്രവർത്തകർക്ക് ഒരു റോൾ മോഡലാണ് എന്ന് പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു ജനങ്ങളെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ്, ഒരു മാസ്മരിക ശക്തി എന്ന് തന്നെ പറയാം. പല മുതിർന്ന നേതാക്കന്മാരും ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരും ഇദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവും ഇദ്ദേഹത്തിൻ്റെ ഈ ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അതിനെക്കുറിച്ചൊക്കെ വളരെ നല്ല അഭിപ്രായം. ഒരു ഉദാഹരണം, മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിന്റെ 25-ാം വർഷം വാർഷികം മുകുന്ദേട്ടന്റെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്ത് നടന്നത്. ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് കേന്ദ്രമന്ത്രിമാരായ രവിശങ്കർ പ്രസാദ്, പിന്നെ ഓൾ ഇന്ത്യ സെക്രട്ടറി നമ്മളെ PB ആചാര്യജിയുടെ കൂടെ കേരളത്തിലുടനീളം സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അദ്ദേഹം പറയുമായിരുന്നു, BJP ഇന്ത്യ ഭരിക്കുന്നു, എന്നാൽ ആ ഇന്ത്യ BJP വിചാരിച്ചാൽ ഇന്ത്യയുടെ ഒരു 75% കലാകാരന്മാരെ, സിനിമ നടികളെയും നടന്മാരെയും അതിൻ്റെ ടെക്നീഷ്യൻസിനെയും സംവിധായകരെയും എന്ത് കളിച്ചാലും ഉണ്ടാക്കാൻ കഴിയില്ല. കേരളത്തിൽ PP മുകുന്ദൻ അതിനെ മറികടന്ന് 80-90% ആൾക്കാരെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അപൂർവമായ അദ്ദേഹത്തിൻ്റെ സംഘടനാ വൈഭവത്തിൻ്റെ ലക്ഷണമാണ് എന്ന് നിരവധി തവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണശേഷം അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു അനുസ്മരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? പാർട്ടിയുടെ ഭാഗത്തുനിന്നും വേണ്ടത്ര ഒരു അംഗീകാരം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിന് നൽകുന്നുണ്ടോ, അതോ നൽകാതിരിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പ്രത്യേകിച്ച് കാരണം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ വേണ്ടത്ര ശ്രദ്ധയില്ല എന്നുള്ള ഒരഭിപ്രായം എനിക്കുണ്ട്. ശ്രദ്ധയില്ല എന്നല്ലാതെ പ്രത്യേക കാരണം കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു, അദ്ദേഹത്തെ ഇതാക്കുന്നില്ല എന്ന് പറയുന്നതല്ല, ഓർക്കുന്നതല്ല. അതൊരു സാന്ദർഭികമായി വരുന്ന ഒരു കാര്യങ്ങളാണ്. അത് പ്രത്യേകിച്ചും നമ്മുടെ ഈ ചരമവാർഷികങ്ങൾ എന്നെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്യാറില്ല. പൊതുവെ ഈ മരിച്ചുപോയിട്ടുള്ള ആൾക്കാരുടെ ഒരു വീരനായകനായി കൊട്ടിഘോഷിച്ച് നമ്മൾ സാധാരണ കൊണ്ടുവരാറില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രവർത്തിക്കുന്നത് ഈ ഭാരതാംബയ്ക്ക് വേണ്ടിയിട്ടാണ്. അവർ പൂജാപുഷ്പങ്ങൾ, നമ്മളെ ഗണഗീതത്തിലും പറയും, അവർ പൂജാപുഷ്പങ്ങളായിട്ടാണ് കാണുന്നത്. ആ നിലക്ക് നമ്മുടെ ആൾക്കാരിൽ തന്നെ ഈ ഒരു അവബോധം, മരിച്ചവരെ കൂടുതൽ ഓർക്കണം എന്നുള്ള ഇതുണ്ടല്ലോ, അത് വേണ്ടത്ര ഇല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം.